ആദ്യം കറക്കും. ഞാൻ കറുത്തോട്ടെ, ഈ കറക്കണ്ട. ഇത് നിങ്ങളുടെ എന്നെ തുണി. എന്താ വെയില്. ബനിയനൊക്കെ ഉണ്ട്. എന്നിട്ട് വായോട്ടോ റബ്ബർ തൊടിക്ക് പോവാം. നമുക്ക് കുറച്ച് വിറക് ഇട്ട് വെച്ചാലോ. നമ്മുടെ രാവിലത്തെ പണിയും തിരക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ പുതിയ വീട് നോക്ക് കാണുമ്പോൾ എന്താ പുതിയ വീട് താഴ്ചയിലും നമ്മൾ പൊന്തി. ചെണ്ടുമല്ലിയുടെ വിത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ചെണ്ടുമല്ലി ഉണ്ടായിട്ടുണ്ടേ. അതാ കണ്ടോ കുഞ്ഞി കുഞ്ഞേത്. പക്ഷെ അത് നിൽക്കുമെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. അതാ ഇരിക്കുന്നത് കണ്ടോ, അതൊക്കെ ചെണ്ടുമല്ലിയാണ്. ആ ചെറുതൊക്കെ ചെണ്ടുമല്ലി ഉണ്ടായിട്ടുണ്ട്. മത്തം വിത്തില്ലേ, മത്തം വിത്ത് കുഴിച്ചിട്ടുണ്ട്. മത്തം വിത്ത് ഇഷ്ടം പോലെ മത്തം വിത്ത് ഉണ്ടായിട്ട്. അതാ പറയുന്നത് വെള്ളമില്ലാത്ത സമയത്താണ് ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ചെണ്ടുമല്ലിയുടെ വിത്ത്. അയ്യോ അച്ചു ഇങ്ങോട്ട് വാ. അമ്മ അത് മറ്റേതിന് വെട്ടിയ കുരുത്തോലല്ലേ? അതിന് കാണിപ്പാട്ടിന് കളഞ്ഞില്ലല്ലോ. കളഞ്ഞിട്ടില്ലല്ലോ. അച്ചുല്ലേ ഇന്നലെ ഒരു പൈനാപ്പിളിന്റെ ഒരു കഷ്ണം കൊണ്ടുവന്നിരുന്നു. പൈനാപ്പിൾ അല്ല, തണ്ണിമത്തന്റെ ഒരു കഷ്ണം കൊണ്ടുവന്നിരുന്നു. ഒന്നല്ല ഒന്ന് കൊണ്ടുവന്നിരുന്നു. ഒരു കഷ്ണം അവിടെ എടുത്ത് വെച്ചിരുന്നു. ഓ എന്റെ അമ്മോ, പൈനാപ്പിളിന്റെ കളർ മഞ്ഞല്ലേ. ഇതാ കണ്ടോ, വലിയ പെൺകുട്ടികൾ ഉണ്ടായിട്ട് അമ്മമാര് ചെയ്യണത് കണ്ടോ. പിന്നെ എന്തേ ചെയ്യണ്ടേ? പിന്നെ ഒന്നും ചെയ്യണ്ട. അപ്പൊ നമുക്കൊന്നേ വിറക് അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. നിങ്ങൾക്ക് അവിടുത്തെ കാഴ്ച കാണിച്ചു തരാം. വന്നിട്ട് വേണം നമുക്കില്ലേ ഉച്ചയ്ക്കുള്ളത് നോക്കാൻ. ഉച്ചയ്ക്ക് പറഞ്ഞാൽ മാങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ചാറിടണം പറഞ്ഞിട്ടേ കിച്ചൂട്ടല്ലേ അവൻ രാവിലെ ക്ലാസ്സിന് പോകണോടത്തുനിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ മാങ്ങ. അപ്പം അവൻ പറഞ്ഞു അമ്മ മാങ്ങ അച്ചാറിടമ്മ, അമ്മ ഇടുന്ന പോലെ എന്ന് പറഞ്ഞു. അതാ തോർത്തെടുത്തിട്ട് വരുമോ? ആ ക്ലാസ് പിടിച്ചിട്ട് വരാൻ പറ്റില്ല. എടുത്തിട്ട് വന്നിട്ട് വേണം അമ്മ ചേച്ചിയുടെ കൊണ്ടേക്കാൻ. അയ്യോ അയ്യോ അയ്യോ, ഇവിടെ സരോവരം ഉറങ്ങി. വാതിലൊക്കെ അടച്ചു കഴിഞ്ഞാലേ ഇപ്പം എല്ലാവരും ഇല്ലേ ഉമ്മർത്തെ വാതിൽ ഇങ്ങനെ അടച്ചിടും അല്ലേ. നമ്മൾ തറവാട്ടത്തെ ഉമ്മർത്തെ വാതിൽ അടയ്ക്കാത്തതും കൊണ്ടേ. സുകന്യേ ഈ വിറകിന് വരുന്നോ? വേണ്ട, ഞാൻ പോയി നോക്കിട്ട് വരാം. ഒറ്റയ്ക്ക് അച്ചൂട്ടീനെയും കൂട്ടിയിട്ട് പോവാ. വെറുക്കാൻ വന്ന ഇവിടെ ഇഷ്ടം പോലെ വെറുക്കും കേട്ടോ. തീ പിടിപ്പിക്കാനേ വേനൽക്കാലത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ വെറുക്കി കത്തിക്കാം. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. വെട്ടിയെടുത്തിട്ട് പച്ചവറ വെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങിയിട്ട് കൊണ്ടുപോവുകയാണ് പറഞ്ഞാൽ ഇതും കത്തിക്കാനൊക്കെ പറ്റും. ഇതിൻ്റെ അപ്പുറത്തൊരു പാലുണ്ട് കേട്ടോ, യക്ഷിപ്പാല. യക്ഷിയൊന്നുമില്ല കേട്ടോ, വെറുതെ പറയുകയാണേ. പണ്ടുള്ള ആൾക്കാർ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയണേ. പണ്ട് ഇതവിടെ ഇരുന്നോട്ടെ, ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ സുഖമല്ലേ. പണ്ടുള്ള ആൾക്കാർ വെറുതെ പറയുകയാണ് കേട്ടോ. യക്ഷിയുടെ പാല കണ്ടു കഴിഞ്ഞാൽ പേടി അങ്ങനെയൊക്കെ. ഇതാ പറങ്കി മാങ്ങ കിടക്കുന്നുണ്ടോ? എന്താ പോക്കറ്റിൽ ഇടട്ടോ. അവിടെ അപ്പുറത്തെ ആൾക്കാരുണ്ട് വിറകിന് വന്നിട്ട് കേട്ടോ. നിങ്ങളാണല്ലേ എപ്പൊ പറങ്കേണ്ടി വെറുക്കണത്? അങ്ങോട്ട് പോണ്. അങ്ങോട്ട് നിനക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല, ഞാൻ കൊടുക്കും. വിറകുള്ള സമയത്ത് വിറക് പെറുക്കാണ്ട് വേണ്ടോ? ഉടങ്ങി മുരിഞ്ഞു കിടക്കണാണ്. ഈ എന്തിനാ വന്നിപ്പോ? അമ്മ വിളിച്ചിട്ട്. ശക്തി ഉണ്ടോ നോക്കട്ടെ. നൊരുമ്പി കിടക്കണതാണ് കേട്ടോ. നിനക്ക് ഇതൊരു കെട്ടിനുള്ളത് കിട്ടുമ്പോഴേ എന്നാ പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഇത് നിനക്കുള്ളതാട്ടോ. എന്താണ് പിന്നെ നീ എന്തിനാ വന്നത്? അമ്മ വിളിച്ചിട്ടേ. അമ്മ ഞാൻ വിളിച്ചിട്ട് വന്നത് എന്തിനാന്നറിയോ? വിറക് കൊണ്ടുപോകാനാണേ. ഇവിടെ ആരും ഉണ്ടായില്ല കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നതില്ലേ കനാലിൻ്റെ ഉള്ളിലാണേ. ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചു തന്നില്ലേ നല്ല വെള്ളം കണ്ടോ. ഇതൊന്നും നാളെ JCB ഇതിനെ വന്നപ്പോൾ
കൊണ്ടേത് കൊണ്ട് എടുത്തതാണ്. ഇനി മോളിക്ക് കയറട്ടെ. അമ്മ ഇനിയിപ്പോ ഏക്കൂടെ കേറണ് ഇവിടെ കുപ്പിച്ചിലാണ്. ജന്തുക്കളുണ്ടാവും. ഓ എന്താ നമ്മളില്ലേ അവരെ ദ്രോഹിച്ചാൽ അച്ചു നമ്മൾ അവരെ ദ്രോഹിക്കുള്ളൂ, ഇല്ലെങ്കിൽ അവരൊന്നും കാണിക്കില്ല. ചിലപ്പോ എന്താ എന്നെ പൊട്ടിക്കാനുള്ളത് കണ്ടില്ലേ? ഇപ്പൊ വന്നത് കൊണ്ട് നമുക്ക് ഇത്ര വിറക് കിട്ടിയില്ലേ? ഇല്ലെങ്കിൽ ഞാനല്ലെങ്കിലും ഒറ്റയ്ക്ക് വന്നിട്ടൊക്കെ പൊറുക്കായിരുന്നു കേട്ടോ. പിന്നെ ഇത് കൂടെ ഈ കള്ള് കുടിക്കാനൊക്കെ ആൾക്കാർ വരുമ്പോൾ പേടിച്ചിട്ട് ഇപ്പോൾ വരവില്ല. ഇപ്പോൾ പിന്നെ അങ്ങനെ ആൾക്കാരും വരാറില്ല കേട്ടോ. നമ്മൾ പറഞ്ഞിരുന്നു ഇത് കൂടെയൊക്കെ ഒന്നും വരരുത് എന്നുള്ളത്. അപ്പോൾ ആൾക്കാർ വരവ് നിർത്തി. അവിടെയൊക്കെ പൂതൽ പിടിച്ചിട്ടൊക്കെ എന്താ അച്ചോ പിന്നെ മണ്ടയ്ക്കാ വീഴുന്നത്. നീ അതിന് മണ്ടയും കൊണ്ട് അങ്ങോട്ട് മാറിക്ക്. നീന്റെ മണ്ടയാണല്ലോ. അപ്പൊ അവിടുന്ന് നീക്കി വന്നേ നീക്കി എന്ത് അച്ചു ഞാൻ ഇരിക്കണം. അവിടെ തന്നെ കൊണ്ടുവന്നിട്. അങ്ങനെ കിട്ടിയില്ലേ അടുത്തത്? എന്റെ ദൈവമേ ഞാൻ ഇരിക്കണം. നടന്ന് അങ്ങോട്ടോടെ വയ്ക്കിട്ട് എങ്ങോട്ട് വെക്കല്ലേ? അത് വീട്ടിക്ക് കൊണ്ട വീണ് പൊടി പോകുന്നു. ഇത് നീ വലിച്ചു കൊണ്ടുപോകണം കേട്ടോ വലുത്. ഞാൻ വലിച്ചോണ്ട് ഈ അതൊന്നും വലിക്കണ്ട, അത് ഞാൻ വലിച്ചോളാം. നമ്മുടെ കനാലിൽ വെള്ളം വന്നു കഴിഞ്ഞു വെച്ചാൽ എന്താ ഇവിടെയൊക്കെ ഇതിൽ കൂടെയൊക്കെ ഇഷ്ടം പോലെ വെള്ളമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കാട് കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവും ഉണ്ടാവില്ലേ? ഈ കാടും എന്താ പൊന്തയൊക്കെ കാണുമ്പോൾ പൊന്തി. പക്ഷെ നമുക്കിത് നമ്മളെപ്പോഴും പെരുമാറുന്ന സ്ഥലമായതുകൊണ്ടേ നമുക്കത്ര വലിയ പ്രശ്നമൊന്നും തോന്നാറില്ല കേട്ടോ. പന്നി ഉണ്ടാവും ഏതിൻ്റെ, നമ്മുടെ അടുത്തേക്കൊന്നും വരാറില്ല. രാത്രിയിലൊക്കെയാണ് പന്നീനെ അധികം കാണാറുള്ളൂ. പിന്നെ ഈ റബ്ബർ വെട്ടുന്ന ഏട്ടന്മാർ പറയാറുണ്ട് കേട്ടോ, ഇങ്ങനെ പന്നിയുണ്ടെന്ന്. അപ്പോൾ രാത്രിയിലല്ലേ നമ്മൾ അങ്ങോട്ട് ദ്രോഹിച്ചാലേ നമ്മളങ്ങോട്ട് ദ്രോഹിക്കുള്ളൂ, ഇല്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കില്ല. ഇനി അതും കൂടി ഒന്ന് പൊട്ടിച്ചാൽ കഴിഞ്ഞു. ഇന്ന് ചെറുപയർ ഉപ്പേരിയാണ് കേട്ടോ. ചെറുപയർ കൂട്ടാൻ എന്താ ഇന്നലെ വെച്ചത് കൊണ്ടിരിക്കണോ. ഞാൻ വിചാരിച്ചെന്നാ ചെറുപയർ ഉപ്പേരിയാണെന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ അച്ചാറും മതിയല്ലോ. എന്താണ് ചെറുപയർ നല്ല സുകന്യേ കഴിഞ്ഞില്ല. ചാക്കി ഞാൻ കായം വാങ്ങിക്കണോ? എനിക്ക് ഓർമ്മയില്ല. അതിലുണ്ടോ അല്ലേ? കായ അടി അവിടെ നിന്ന് എടുത്തിട്ട് വാ. ഉലുവ കുഴിമന്തി ഉണ്ടാക്കാൻ വാങ്ങിയതാ. എന്നാ ഉണ്ടാക്കണേ? പെരുന്നാൾ ദിവസം നമുക്ക് ഇവിടെ കുഴിമന്തിയോ ബിരിയാണിയോ വേണ്ട, കുഴിമന്തിയോ വേണ്ട? എന്റെ കുഴിമന്തി നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? എല്ലാവരും പറയട്ടോ. ഞാന് എന്ത് ബിരിയാണി കുഴിമന്തി അരി വേണ്ട ഇവർക്കില്ലേ? ഞാൻ കുഴിമന്തി ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ. നല്ല ടേസ്റ്റ് ആണ് പറയാ. എന്താ അറിയോ? അമ്മ ഉണ്ടാക്കുമ്പോ കൊറേ തിന്നാ. പിന്നെ കടയിൽ നിന്ന് നിങ്ങൾക്ക് വയറ് നിറച്ച് തിന്നണമെങ്കിൽ പറ്റുമോ? ഒന്ന് പോയി കായ എടുത്തിട്ട് വാ കുട്ടി. അവിടെയാണ് കായ. ഞാൻ എടുത്തതാണ് ഇന്നാള് മുട്ട ബജ്ജിയും ഉണ്ടാക്കിയില്ലേ, അപ്പൊ കായ അവിടെ കൊണ്ടുവച്ചതാണ്. പോടുത്തിട്ട് വാ. പിടിച്ചത് താഴെ വീണ് പൊട്ടിയ അച്ചോ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എനിക്ക്. എന്താ ഇത് നാളെ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കായം വാങ്ങിയതാട്ടോ. ഞാൻ കട്ടക്കായാണ് ഇതിലും വാങ്ങാറ്, മറന്നുപോയി. ഇനി ഞങ്ങള് എൻ്റെ കുഞ്ഞൊന്ന് രാവിലെ അല്ലേ എന്താ കരകി അവന് സങ്കടം വന്നൊക്കെ നോമ്പെടുക്കാണ്ടേ. വല്യമ്മ നോമ്പെടുക്കുക തന്നെ കേട്ടോ കുട്ടി പറയുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു ദിവസം നോമ്പെടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോമ്പെടുത്തില്ലേ, അതേ ആലോചിച്ചിട്ട് ആ കുട്ടി അതേ ചിന്തിച്ചിട്ട് വെള്ളക്കടല വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മളില്ലേ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. അതും എടി നാരങ്ങ എടിയതേ അന്ന് ഞാൻ വെച്ചിട്ട് നാരങ്ങ നോക്കിട്ട് എവിടെയും കിട്ടിയില്ല. ഇത് ആകെ 2 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. സുകന്യക്ക് അച്ചാർ അങ്ങോട്ട് കണ്ടാൽ മതി.
പിന്നെ ചോറ് തിന്നില്ല. ഞാൻ ഇളക്ക. അപ്പൊ അങ്ങോട്ട് ഉണ്ടാക്കി കൂടായിരുന്നില്ലേ? എന്നാ എന്റെ പണിഭാരം കുറയില്ലേ അല്ലേ? മാറ് ഇത് വേണ്ടത് കായം കുറച്ച് കൂടുതൽ വേണം. എന്തിന്? അച്ഛനൊക്കെ കായത്തിന്റെ ആണ്. ഇളക്ക് എന്നിട്ട് കഴിച്ചു നോക്ക്. കറിവേപ്പിൻ്റെ ഇല അവിടെ പോയിട്ട് എടുത്തിട്ട് വരുമോ? രാധമാരുടെ അവിടെ ഈ കറിവേപ്പിൻ്റെ ഇലക്കില്ലേ ഒരു കുത്തും പുള്ളിയും ആയതും കൊണ്ട് കറിവേപ്പിൻ്റെ ഇല എടുത്തില്ല കേട്ടോ. വിറകിന് പോയിട്ട് നോക്ക്, ഇത് കൂടെ ഒക്കെ വരഞ്ഞു ഇപ്പോൾ കണ്ടോ. വിറകുണ്ടീ, വിറക് ഇത് കൂടെ പോയാൽ വിറക് കിട്ടും. എവിടെ സോനി അച്ചാറ് കൂട്ടിയൊക്കെ കണ്ടോ. ഇങ്ങോട്ട് ഉപ്പ എരിവൊക്കെ ഉണ്ടോ? നാളേക്കും കൂടി ഉണ്ടാവുള്ളതേ. ഇത്ര അച്ചാറില്ലേ ചോറിൽ പെനച്ചങ്ങോട്ട് കഴിക്കൂട്ടോ. ഇനി ആർക്കും കൂട്ടാൻ വെക്കണ്ട. എരിവുണ്ടോ? ഉപ്പുണ്ടോ? പുളിപ്പുണ്ടോ? ഞാനെന്താണെന്നറിയോ കഴിച്ചു നോക്കാത്തത് എന്താണെന്നറിയോ? കഴിച്ചു നോക്കാത്ത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചോറ് നമ്മൾ കഴിക്കാൻ വിചാരിച്ചു. ഇനി ഇത് നമ്മൾ ഉലുവ പൊടിച്ചും കൂടി കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്താ ചുമണി നമ്മൾ അങ്ങോട്ട് പോയില്ലടാ അവിടേക്ക് അല്ലേ? എന്തു ഭംഗി എന്താണ്ടി കഴിഞ്ഞു. എൻ്റെ തുടക്കലും കഴിഞ്ഞു, എൻ്റെ അടുക്കളയത്തും കഴിഞ്ഞു, വിറകുമായി. ഇനി നമുക്ക് എന്താ പണി? ഇനി സുകന്യയുടെ കുളി കഴിയണം. എൻ്റെ കുളി ജപമൊക്കെ കഴിഞ്ഞു കേട്ടോ. നീ എന്തൊക്കെയാ സുകന്യ ഇവർക്ക് വാങ്ങിക്കൊടുക്കണ്ടേ ഒന്ന് പറഞ്ഞെന്നാ. സ്കൂള് പൂട്ടിയാൽ ഒരാൾക്ക് ലുലുമാള് പോകണം, ഒരാൾക്ക് എന്താ മലമ്പുഴ പോകണം, ഒരാൾക്ക് കാഞ്ഞിരപ്പുഴ പോകണം. സത്യം പറയാച്ചല്ലേ ആ ഓട്ടോ കൊണ്ട് എവിടേക്കാ നമുക്ക് പോവാൻ പറ്റുക? എല്ലായിടേക്കും പോവാ. കഴിഞ്ഞ പ്രാവശ്യം ലുലുമാളിൽ പോയിട്ട് ആ വണ്ടി നിന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പെട്ടുപോയി. ഒന്നും പറ്റിയില്ല. റോഡ് സൈഡിന്ന് അച്ചുവിന്റെ തലേന്ന് ചീന്തണം കേട്ടോ. ഇവർക്ക് ഞങ്ങൾക്ക് അതുകൊണ്ട് എക്സിബിഷനും കാണാൻ പറ്റിയില്ല. ഇവർക്ക് സുകന്യക്കാണോ പറഞ്ഞു വെച്ചാലോ. എന്താ സുകന്യ കണ്ട്? അതൊക്കെ സുകന്യൊക്കെ കണ്ടു കേട്ടോ. ഞങ്ങൾക്ക് അതൊന്നും കാണാൻ ഭാഗ്യം ഉണ്ടായില്ല. അപ്പയ്ക്ക് വണ്ടി കേട് വന്നാൽ പിന്നെ എന്താ ചെയ്യുന്നത്? അപ്പം അതും കൊണ്ട് നമ്മള് സത്യം പറയാച്ചല്ലേ ഇനി നമുക്ക് എല്ലാവർക്കും പോകണം എന്നുണ്ടെങ്കിൽ ഒരു വണ്ടി വേണം അല്ലേ? ആവശ്യമാണ് അല്ലേ അനിയൻ? ഒരു പ്രാവശ്യം ഞങ്ങളില്ലേ അങ്ങനെ 2 കൂട്ടരും പാടെ സതിയേട്ടനും ഞങ്ങളും പാടെ കൂടിയിട്ട് ഒരു കാറ് വാങ്ങിയതു. സതിയേട്ടനാണ് ഒരു ആവേശം ഉണ്ടാവുക, വണ്ടി എടുക്കല്ലേ. ആ ശരി പറഞ്ഞു, എല്ലാവർക്കും പാടെ പോവാലോ കുട്ടികളെ കൊണ്ടൊക്കെ പറഞ്ഞു. വൈറ്റ് അല്ല, റെഡ് ഷവർ ലൈറ്റോ എന്താ അതിന്റെ പേര്, എന്തോ ഒരു വണ്ടി. പാർക്ക് വാങ്ങിയിട്ട് അത് വണ്ടി ഇവര് എടുത്തിയാടി വേഗം പോയിട്ട് വണ്ടി എടുത്തിട്ട് അത് സെക്കൻഡ് ഹാൻഡ് വണ്ടി കേട്ടോ. അധികം 80. അപ്പം തന്നെ അറിയാലോ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം എത്രയെന്നുള്ളതില്ലേ. ശരിക്കും ഈ കുട്ടികൾക്ക് അത് നമ്മൾ കൊടുത്തപ്പോഴേക്ക് എൻജിൻ പണിയും വന്നു കേട്ടോ അവർക്ക്. അല്ല നമ്മുടെ കയ്യിൽ എൻജിൻ പണി പറഞ്ഞു വെച്ചാൽ ഇപ്പോഴും അതിങ്ങനെ ബുക്കിലിങ്ങനെ കടന്നേനെ. എൻജിൻ പണി കഴിഞ്ഞ് അതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ പോയി അവര് അതുപോലെ വണ്ടി കണ്ടു ഞങ്ങള്. ചെറുപയർ വെള്ള കളർ വണ്ടി ഇതിൽ വേണമെങ്കിൽ കോഴിമുട്ട പൊട്ടിച്ച് ഇടാട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഞാൻ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്, മുട്ട പൊട്ടിച്ചിടാറുണ്ട്. അതിനെന്താ വെള്ളം വലിച്ചേരേ കുറച്ച് ഉപ്പ് കമ്മിയുണ്ട് കേട്ടോ, കുറച്ച് ഉപ്പ് ഇട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഉപ്പേരി വെച്ചപ്പോൾ അല്ലേ ആദ്യം ഞാൻ കുറച്ച് ഉപ്പിട്ടു, പിന്നെ ഉപ്പ് തകില്ല പറഞ്ഞു, പിന്നെ ഉപ്പിട്ട് ഉപ്പേരിയിൽ ഉപ്പാണ്ട് അധികമായിട്ടില്ലേ സുകന്യേ. അന്ന് പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിയിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ആരും കഴിച്ചില്ല. ചെറുപയർ അയ്യോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ചെറുപയർ. പിന്നെ കുട്ടികൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതാ പിന്നെന്താണെന്നറിയോ കൂട്ടാനൊന്നും നമ്മൾ ചെറുപയർ മുതിര ഇതൊക്കെ നമ്മളിങ്ങനെ വാങ്ങിയിട്ട് ഉപ്പേരി വെച്ച് കൊടുക്കും കുട്ടികൾക്ക്. ഈ പച്ചക്കറി അധികം കഴിക്കണേക്കാട്ടിലും കുട്ടികൾ ഇത് കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് ഇന്നലെ കായും പയറും ഉപ്പേരി വെച്ചിട്ടേ കളയല്ലേ ചെയ്തത്.
ആർക്കും വേണ്ട പറഞ്ഞാൽ ആർക്കും വേണ്ട. പിന്നെ എന്താ ചെയ്യുന്നത്? ഇത് അങ്ങനെ നിങ്ങളിതിൽ മുട്ട ഒഴിക്കാറുണ്ടോ? ഞാൻ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഇപ്പം ചെയ്യാൻ തുടങ്ങി കേട്ടോ. എൻ്റെ അമ്മ പറഞ്ഞു അതിൽ കുറച്ച് ഉപ്പേരിയിൽ കുറച്ച് എന്താ കുട്ടികൾ കഴിക്കണില്ല പറഞ്ഞപ്പോൾ ബീട്രൂട്ട് കഴിക്കണില്ല പറഞ്ഞപ്പോൾ കുറച്ച് മുട്ടേന്ന് പൊട്ടിച്ച് ഒഴിച്ച് നോക്കുക. അപ്പം അതൊരു വേറെ ടേസ്റ്റ് ആയില്ലേ. ബീട്രൂട്ട് വാങ്ങും. ബീട്രൂട്ട് ജ്യൂസ് അടിക്കാം നമുക്ക്. വേണ്ട. സോനിയെ ബീട്രൂട്ട് ജ്യൂസ് അടിക്കുക. അതും കൂടി എന്താണ് അതും കൂടി? നല്ല സാധനങ്ങൾ കഴിക്കണ്ടേ? റോസാപ്പൂ കൊണ്ട് ജ്യൂസ് അടിക്കാം. റോസാപ്പൂ കൊണ്ടൊക്കെ ജ്യൂസ് അടിക്കാന്ന്. എന്റെ ദൈവമേ, അച്ചു കാലൊന്നും അങ്ങോട്ട് മാറ്റി വെക്കണ്ട അച്ചുട്ടിയെ. പറങ്കണ്ടിയോ? മന്തിയോ? മന്തി നമുക്ക് പെരുന്നാൾക്ക് ഉണ്ടാക്കാന്ന്. പെരുന്നാൾ എന്നാണ്? അമ്മമ്മയുടെ അടുത്ത് ചോദിച്ചറിയാം. അമ്മമ്മ ഞങ്ങളുടെ കുഞ്ഞുവാവേനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടേ സുന്ദരനെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. പോവാന്ന് പറഞ്ഞപ്പോൾ അപ്പയ്ക്ക് നമുക്ക് വയറുവേദനയും കാര്യങ്ങളായതും കൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും പോകാൻ പറ്റിയിട്ടില്ല. ഇനി ഞങ്ങൾ ഞായറാഴ്ച പോവാന്ന് വിചാരിച്ച്. അപ്പോൾ ഞായറാഴ്ച എന്ന് വെച്ചാൽ ഉച്ചത്തെ വേഗം പണിയൊക്കെ ഒരുക്കി നമുക്ക് പോവാലോ. നമ്മുടെ ഉപ്പേരിയായി, അച്ചാറും ആയി കേട്ടോ. ഞാൻ രാവിലത്തെ കഴിച്ചില്ല. ഈയും കഴിച്ചില്ലല്ലോ സോനിയെ? ഞങ്ങൾ രണ്ടുപേരും സെയിം. വിഷു പ്രാവശ്യം 15-ാം തീയതി ആണ്. 14-നല്ലേ എപ്പോഴും വരിക? 14-ാം തീയതി അല്ല, 15-ാം തീയതി. 20-ാം തീയതി അമ്മ. എന്ത് എന്ത് പെരുന്നാള്? അപ്പോഴേ എന്താ കൂട്ടുകാരെ ചോദിച്ചിരുന്നു, നിങ്ങൾ എന്താ ബിസിനസ്സിൻ്റെ കാര്യം വീഡിയോയ്ക്ക് വേണ്ടി വെറുതെ പറഞ്ഞാണോ? അല്ല കേട്ടോ, നമ്മൾ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ചെറിയൊരു മെഷീൻ വേണം കേട്ടോ. പ്രിൻ്റ് ചെയ്യണ ഒരു മെഷീനല്ലേ, അപ്പോൾ അത് വേണം. അത് കാത്തു നിൽക്കുകയാണ് നമ്മൾ. അപ്പം അത് കാത്തു നിന്ന് അത് എപ്പോൾ കിട്ടണോ അന്ന് മുതൽ നമ്മൾ സെയിൽ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കൊടുക്കണം തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്താ അത് കിട്ടട്ടെ. അതുകൊണ്ടാണ്. പിന്നെ ബാക്കിയുള്ള നമ്മളിപ്പോൾ ഓരോന്ന് കാണിച്ച് തന്നു കഴിഞ്ഞാൽ വെച്ചാൽ ചേച്ചി ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തരാൻ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അത് പിന്നെയും നമുക്ക് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മളോടൊരു മടുപ്പ് തോന്നില്ലേ എന്ന് വിചാരിച്ചിട്ടാണേ അല്ലേ. അപ്പോൾ പിന്നെ സുകന്യ ആക്റ്റീവ് ആവണം അല്ലേ സുകന്യെ? ആവില്ലേ? ആവണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ സുകന്യയ്ക്കും അനിയനും വിട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്താ അവരവരുടെ ഇഷ്ടം പോലെ നമ്മളിതിൽ പങ്കാളികളാണ്, അല്ലാന്നല്ല പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും പാടെ അവരുടെ ഒരു കഴിവ് പോലെ ഇത് പോട്ടെ. അപ്പോൾ നമ്മളും അതിൻ്റെ കൂടെ അവരുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. നമ്മളെന്ത് കാര്യവും ഒളിവും മറവും ഇല്ലാണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയോടത്തല്ല നമ്മൾ വേറെ ആരോടെ പറയുക അല്ലേ. അപ്പോൾ നാളെ കാണാം.